രഞ്ജി പണിക്കർ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ കഥാപാത്രങ്ങൾക്ക് പേരിടുക എന്ന് പറയുന്നത് ഒരു മിടുക്കാണ്. നല്ല ഓർമ്മയിൽ നിൽക്കുന്ന പേരുകൾ. ഇപ്പൊ ഗിരിധർ ബർവ എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം മോഹൻ തോമസ് എന്ന് പറയുന്ന ക്യാരക്ടർ രഞ്ജിയേട്ടൻ എഴുതുമ്പോൾ നമുക്ക് വിൻസെന്റ് ഗോമസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേരിനോട് വേണമെങ്കിൽ സമയം തോന്നാം. ന്യൂഡൽഹിയിലത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ശങ്കർ ന്യൂഡൽഹിയിലെ കഥാപാത്രം, ന്യൂഡൽഹിയിലെ കഥാപാത്രമാണ്. കമ്മീഷണർ പേരുകൾ കുറച്ചുള്ളെങ്കിലും ഈ അങ്ങനെ ഒരു എഫേർട്ട് പേരുകൾക്ക് വേണ്ടി ഇടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്? തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പറയും, വായിന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ കോട്ടയം വെച്ച് തന്നെ പാപ്പി അപ്പി എന്നൊക്കെ വിളിക്കുന്നത് അപ്പം പറഞ്ഞു പോയതാണ്. പേരിട്ട പേരെന്തോ അല്ല. പാപ്പി മാത്താ പോത്താ എന്നൊക്കെ അപ്പം പറഞ്ഞു പോയതാണ്. അതൊക്കെ കറക്റ്റ് പേര് ട്രാക്കിലായി. എല്ലാവർക്കും ആ ഒരു പാപ്പി മാത്തം പോത്തനൊക്കെ മറ്റേ സംഘത്തിൽപ്പെട്ട ആൾക്കാരല്ലേ? ഏതല്ല, ഉപ്പുകണ്ട പ്രദേശത്തിന്റെ ആ ഗ്രൂപ്പിൽപ്പെട്ട അതില്. അതും ഒരു അത്ഭുതമാണ്. അതായത് ഈ ഇതിലെ കഥാപാത്രങ്ങളല്ലേ ഉപ്പുകണ്ടത്തിലോട്ട്, അത് തന്നെ ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്നല്ലേ കുഞ്ഞച്ചനിലെ ഈ കഥാപാത്രങ്ങളുടെ സംഘത്തിന്റെ പേര്? അത് തന്നെ. അപ്പൊ ഞാൻ ഡെന്നിസിനോട് ഇത് പറഞ്ഞു. ഡെന്നിസ് പറഞ്ഞു അത് ഞാൻ എഴുതല്ല, ബാബു ഡെന്നിസ്, കല്ലൂർ ഡെന്നിസ് അദ്ദേഹത്തിനെ കൊണ്ട് എഴുതിക്ക്, നന്നായിട്ട് എഴുതും എന്ന് പറഞ്ഞു. എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ എല്ലാ കഥകളും, ഞാൻ എടുക്കുന്ന എല്ലാ സിനിമകളുടെയും ഇപ്പോൾ പറഞ്ഞ ചെയ്യാൻ പോകുന്നതിന്റെ കഥ വരെ അദ്ദേഹം നേരത്തെ കേട്ട് അവർ ആ റൈറ്റേഴ്സായിട്ട് ഇരുന്നതാണ് അന്ന്. എല്ലാ കഥയിലും പ്രായ്ക്കര പാപ്പാൻ അദ്ദേഹം ഡിസ്കഷൻ ഇരുന്നു, എല്ലാത്തിനും ഇരിക്കും. കാരണം ഒരാൾ നന്നാവുന്നത് ഇഷ്ടമാണ്, അത് അവർ നന്നാവണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് പലർക്കും, വളരെ കുറച്ച് പേർക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ. ശരിയാണ്, വളരെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരും നന്നാവണം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എന്നല്ല, ആരായാലും റൈറ്റർ എന്നായാലും നന്നാവണം. ഒരു പാട്ടുകാരൻ, എനിക്കൊരു PSCയുടെ മറ്റേ അവിടുത്തെ ഓഫീസുമാരിയായിരുന്നു. ഡെന്നിസിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കറി ഇടയ്ക്ക് ഇദ്ദേഹം വരുന്നതാണ്, ഞാനും ഇടയ്ക്കുള്ളതാണ്. കുറേ നടന്മാർ, കുറേ പാട്ടുകാർ, കുറേ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ വീട്ടിൽ കാണും ഇപ്പോഴും. ഈ ആഴ്ചപ്പതിപ്പ് നേരത്തെ നമ്പൂരി സാർ പറഞ്ഞു, ആഴ്ചപ്പതിപ്പുകളുടെ വായന അല്ലെങ്കിൽ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ വായന ധാരാളം ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്ന നോവലുകളും സിനിമയാക്കിയിട്ടുണ്ട്. ഈ പാളയം അങ്ങനെ വന്നിരുന്നു. പാളയം നോവലാണ്, അത് എന്റെ നിർബന്ധം കൊണ്ട് എഴുതിയതാണ്. പാളയം എഴുതാൻ താല്പര്യമില്ലായിരുന്നു, ഞാൻ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹബന്ധം കൊണ്ട് എഴുതിയതാണ്. കാരണം അങ്ങനെ ഒരു ഇത് നോവലായതുകൊണ്ട്. അതെ. ഇപ്പൊ ന്യായവിധി അങ്ങനെയല്ലേ? ന്യായവിധിയും ആനുകാലികത്തിൽ വന്നതാണ്. ഇത് ജോസി വാഗമറ്റത്തിന്റെ ഒരു നോവലാണ്. നോബൽ എന്ന് പറയുന്ന കഥാപാത്രം വന്നത്. എനിക്ക് ശിബിരം ഇദ്ദേഹമാണ്, ശിബിരം ഇദ്ദേഹം തന്നെ എഴുതിയത്. ഇതിന്റെ തുടർച്ച പോലെ വന്നാണ്. അത് 2 നോവൽ മിക്സ് ചെയ്തിട്ട് അത് നിർബന്ധം കൊണ്ട് എഴുതലാണ്. കാരണം അങ്ങനെ ഒരു എഴുതാൻ വേണ്ടിയിട്ടല്ല, നമ്മളൊക്കെ പുറത്തുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഈ 80കളുടെ തുടക്കത്തിൽ കട്ട്കട്ട് എന്ന് പറഞ്ഞിട്ടൊരു മാസികയുണ്ടായിരുന്നു. അതിന്റെ പിന്നില് ഡെന്നീസും ഈരാളി ചേട്ടൻ, അതെ, ഈരാളിയുമാണ്. അശോകനും ഉണ്ടായിരുന്നു, ഗായത്രി അശോകനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ യാദൃശ്യമായിട്ട് ഞങ്ങളിങ്ങനെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോവല്ലോ ഓരോരുത്തരുടേത്. ഈ മാസികയെ പറ്റി പറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഒരാളുടെയും കൂടെ ഒന്ന് സ്റ്റേറ്റ്മെന്റ് കാണാം. പ്രിയപ്പെട്ട ഡെന്നീസ് ജോസഫ് സാറിനെ, അഭിനേതാവ്, നാടക പ്രവർത്തകൻ, നമ്മളീ പറഞ്ഞ ചില വായനയും ശീലങ്ങളും ഒക്കെ ഉള്ള ആളുകളിൽ ഒരാളാണ് സുനിൽ സുഗത ചേട്ടൻ. അനുസ്മരിക്കുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ താല്പര്യപൂർവ്വം വായിച്ചിരുന്ന ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, കട്ട് എന്ന് പറഞ്ഞിട്ട്. കുറച്ച് പഴയ തലമുറയിൽപ്പെട്ടവരെ ഓർക്കുന്നുണ്ടാവും. വളരെ ഹാസ്യാത്മകമായിട്ട് സിനിമയിലെ സംഭവ വികാസങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു മാഗസിൻ ആയിരുന്നു അത്, കട്ട്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ എഡിറ്ററായിരുന്നു. അതിനുശേഷം ഞാൻ ചില സിനിമ, അപ്പോൾ ആദ്യം കാണുന്ന രാജാവിൻ്റെ മകൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം കുറേ കാലത്തിന് ശേഷമാണ് സിഡ്നി ഷെല്ലിൻ്റെ നോവൽ വായിക്കുന്നത്, റേഞ്ച് ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞത്. അങ്ങനെ പല ഈറൻ സന്ധ്യ, ഈ പലപ്പോഴും പുറത്തുള്ള ചില സബ്ജക്റ്റുകൾ അദ്ദേഹം അഡോപ്റ്റ് ചെയ്യാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ 2 നടന്മാരെ അദ്ദേഹം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തു. രാജൻ പി ദേവും NF വർഗീസ് ആയിരുന്നു. അദ്ദേഹം നമ്മൾ കുറേ കാലം കൂടി നമ്മുടെ ഒപ്പം ജീവിക്കേണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മളെ വിട്ടു പോയി. അദ്ദേഹത്തിൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. ഈ നമ്മുടെ തസ്കരവീരൻ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ഡെന്നിസ് തിരക്കഥ എഴുതിയതിൽ ലാസ്റ്റ് ചെയ്ത പടമാണ്. അതിലെനിക്ക് ആദ്യം വെച്ചിരുന്നൊരു വേഷം ഒരു പള്ളിയിലച്ഛൻ്റെ വേഷമാണ്. പക്ഷേ ഈ പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി തമാശക്കാരനാണ്. അത്യാവശ്യം മദ്യപിക്കും, ചീട്ട് കളിക്കും. പിന്നെ ഈ കുളക്കടവിൽ ആരെങ്കിലും കുളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ചാടി ഇറങ്ങി മാമോദിസ ബലമായിട്ട് പിടിച്ച് മുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതെന്നോട് ഡെന്നിസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഡെന്നിസിനോട് പറഞ്ഞു, ഡെന്നിസ് അങ്ങനെ ഒരു സംഭവം ഇല്ല ക്രിസ്ത്യാനിറ്റിയിൽ. ഇത് ഇങ്ങനെ ബലമായിട്ട് മാമോദീസ മുക്കുന്ന ഒരു സംഭവം ഇല്ല, അതുകൊണ്ട് ഞാൻ ആ കഥാപാത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ നമുക്ക് ആ ക്യാരക്ടറെ വേണ്ടെന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ മധുസാറിനെ കൊല്ലുന്ന
ഒരു ക്യാരക്ടറായിട്ടാണ് പിന്നെ അതിൽ ചെയ്യുന്നത്. ഒരു പള്ളിയിലച്ഛൻ എന്ത് പെട്ടെന്ന് ഒരു കൊലപാതകയായിട്ട് മാറി എന്നുള്ളതാണ് അല്ലേ വേണ്ടത്. അതൊക്കെയാണ് നിമിത്തം എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ ഏതാണ്ട് 15 അധികം സിനിമ, 15 കൂടുതൽ ചെയ്തിട്ടുണ്ട്. 15 കൂടുതൽ സിനിമകൾ മമ്മൂക്കയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഹിറ്റ്. ഈ സരോവരം എന്നൊക്കെ പറയുന്ന നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ചില സിനിമകൾ ഇവരുടെ കോമ്പിനേഷനിൽ വന്ന് സൂപ്പർ ഹിറ്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഫാൻറ്റം പൈലി എന്ന് പറയുന്ന അല്ലേ, ഫാൻറ്റം പൈലി എന്ന് പറയുന്ന സിനിമ എഴുതിയിട്ടുണ്ട്. ഒളിയമ്പുകൾ, മഹാനഗരം എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള സിനിമ, സംഘം, എത്രയോ സിനിമകളാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റില്ല. ഒരു എഴുത്തുകാരൻ തന്നെ ഒരു നടന്റെ 15 പടം വളരെ റയറാ അത്. ഇപ്പൊ അങ്ങനെ ആലോചിക്കാനേ പറ്റില്ല അല്ലേ. വീണ്ടും സായം സന്ധ്യ, ഇതൊക്കെ അവരുടെ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള സിനിമകളാണ്. ഒരേ എഴുത്തുകാരൻ ഇത്രയും, ഒരു സംവിധായകനും ഉണ്ട് കേട്ടോ. ഇവർക്കെല്ലാം അങ്ങനെ ഈ പഴയ ബാച്ചിലുള്ള എല്ലാവർക്കും 10-ലധികം സിനിമകൾ സംവിധാനം ചെയ്ത സംവിധായകനും ഹീറോയും ഉണ്ട്. ഇനി അതൊരു ലാലേട്ടന്റെ സിനിമകളും അത്രയ്ക്കത്തെ സിനിമകൾ, വഴിയോര കാഴ്ചകൾ, ഭൂമിയിലെ രാജാക്കന്മാർ, രാജാവിന്റെ ഇന്ദ്രജാലം, രാജാവിന്റെ മകൻ, അപ്പു, അങ്ങനെ കുറെ അപ്പു, ഗാന്ധർവം, എത്രയോ സിനിമകൾ ചെയ്ത് ഈ 2 താരങ്ങളെയും വെച്ച് ഇത്ര 10-15 പടങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ഷൂട്ട് ചെയ്യും. അപ്പുറം ഇപ്പുറം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. നമ്പൂരി സാർ അവിടെ ലൊക്കേഷൻ ചെല്ലുമ്പം നടനായിട്ടാണ് ചെല്ലുന്നതെങ്കിലും അധ്യാപകനാണല്ലോ. നമുക്കൊക്കെ ഇപ്പോഴും എന്തൊക്കെ വന്നാലും നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇരുന്നെടുത്ത് എണീറ്റ് പോവുക എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അധ്യാപകർ പലപ്പോഴും ഇരുന്നോളം പറഞ്ഞാലും ഉണ്ട്. അപ്പോൾ ഈ അധ്യാപകനെ ഡയറക്റ്റ് ചെയ്യുമ്പം ഇപ്പം ഒരു നടനെന്നുള്ള നിലയിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലായിരുന്ന നമ്പൂരി സാറിന് എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുമ്പം വിദ്യാർത്ഥിയുടെ വിനയം ഉപയോഗിക്കുമായിരുന്നോ അതോ എഴുത്തുകാരന്റെ ഒരു പവർ തന്നെയാണോ പറഞ്ഞു തന്നോണ്ടിരുന്നത്? അല്ലല്ല, ഡെന്നിസ് ആ സീനിലേക്ക് വരാറില്ല. ഞാൻ അഭിനയിക്കുന്ന സീനില് എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ശരിയാണ്. പക്ഷെ നേരെ ഫ്രണ്ടിലെങ്ങും വരില്ല, ക്യാമറയുടെ ബാക്കിലും കാണുകയല്ല. ജോഷി സാറിന്റെ സിനിമയിലാണല്ലോ ആദ്യമായിട്ട് ഞാൻ കമേഴ്ഷ്യൽ സിനിമയിൽ വരുന്നത്, അരക്കൂട്ട്. അതിന്റെ സ്ക്രിപ്റ്റ് ആണല്ലോ ഡെന്നിസ് ഗുരുദക്ഷിണ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഡെന്നിസ് പറഞ്ഞതായിട്ടറിയാം, ഇത് ഞാൻ എൻ്റെ സാറ് നമ്പൂരി സാറിന് കൊടുക്കുന്നത് ഗുരുദക്ഷിണയാണ്. ആ കാസ്റ്റിങ് ഒരിക്കലും ആ സീനിൽ ഡെന്നിസിനെ നമ്മളിങ്ങനെ ഒരു കട്ട് പറഞ്ഞു കേട്ട് ഇങ്ങനെ പരത്തി നോക്കിക്കഴിഞ്ഞാൽ ഡെന്നിസിനെ അവിടെ എവിടെയും കാണുകയല്ല. ഞാൻ ഓർക്കുന്നു, എന്താ ഈ മനുഷ്യൻ ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് എന്നോട് രഹസ്യമായിട്ടെങ്കിലും ഒന്ന് പറയരുതേ, കാണുമല്ലോ അവിടെ. പക്ഷേ അന്ന് രാത്രിയിലോ മറ്റോ നമ്മൾ മുറിയിലേക്ക് ചിലപ്പം വിളിച്ചു പറയും, സാറേ ഇന്ന കാര്യം കുഴപ്പമില്ല, പക്ഷേ അത് ഇനിയിപ്പോൾ നാളെ എടുക്കാൻ പോകുന്ന വേറൊരു സീനായി, ഇന്നതായിരിക്കും സംഭവം, കുറച്ചുകൂടി ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്ന് പറയും. അങ്ങനെ 2-ാമത്തെ ദിവസം ആ ശ്രദ്ധ മോശമായിപ്പോയി എൻ്റെ. അത് കഴിഞ്ഞിട്ട് അപ്പം ആ സീൻ എടുക്കണ്ട തീരുമാനിച്ചു ജോഷി സാറ്. ശ്രദ്ധ മോശമായിപ്പോയോ? ശ്രദ്ധ മോശമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഡെന്നിസ് പറയുന്ന പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് ആ സീൻ എടുക്കണ്ടെന്ന് തീരുമാനിച്ചു ജോഷി സാർ. വേറെ സീൻ ആർട്ടിസ്റ്റെല്ലാം ഉണ്ടായിരുന്നു. രാത്രി എന്നെ വിളിച്ചു, സാറേ ഉറങ്ങിയോ? ഇല്ല ഉറങ്ങിയില്ല. എന്നല്ലേ ഒരു 2 അടിച്ചിട്ട് കിടന്ന് ഉറങ്ങുക, നാളെ പറയാമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ടെൻഷൻ വേണ്ട, റിലാക്സ് ചെയ്യൂ. അതാണ് ഇപ്പൊ മോഹൻ ജോസേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞു, ഒരു പള്ളിയിലച്ഛൻ വേണ്ടെന്ന് പറഞ്ഞപ്പോ ആ കഥാപാത്രത്തെ മാറ്റി. സാധാരണ ഒരു കഥാപാത്രം മാറുമ്പോ ആർട്ടിസ്റ്റും മാറും. ഇല്ല, എന്നെ ആ പടത്തില് പിന്നെ അത് കഴിഞ്ഞ് വേറൊരു കഥാപാത്രത്തിന് വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അതും ഉപേക്ഷിച്ചു. പിന്നെ 3-ാമത് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ, അഡ്വാൻസും കൊടുത്തയച്ചിട്ടുണ്ട്, ഒരു വണ്ടി വരും, അത് കയറി വരണമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ ഉപേക്ഷിച്ചില്ല, പോയി ചെയ്തു. ഡെന്നിസേ എഴുതാൻ വിമുഖനാ. റൈറ്റിംഗ് എന്നുള്ള ഇതുണ്ടല്ലോ, ആ പ്രോസസ്സ് വിമുഖനാ. അതുകൊണ്ട് പലപ്പോഴും എഴുതുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പലപ്പോഴും സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള പേരല്ല, സ്ക്രിപ്റ്റ് പറയുന്നയാളെന്നുള്ള രീതിയിൽ വേണം കാണാൻ. റെക്കോർഡിംഗ് അതാണ് പറഞ്ഞത്. അത് എല്ലാം അത് എഴുതിക്കുകയാണെങ്കിൽ തന്നെ അസിസ്റ്റൻസിനെ കൊണ്ട് എഴുതിക്കൊള്ളൂ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് സീൻ ഇന്നത് സംഭവം, 1 ലൈൻ ഉണ്ടാവുമല്ലോ, എന്നിട്ട് പുള്ളി അങ്ങ് പറയുകയാണത്. അതിൻ്റെ ഡയലോഗ്, ഇന്നയാളുടെ ഡയലോഗ്, മറ്റേ ഡയലോഗ്. ഈ ഡയലോഗ് പറയുന്നതിൻ്റെ കൂടെ ഡെന്നിസ് അഭിനയിക്കുകയും ചെയ്യും. അഭിനയിക്കെന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ഓവറാ പുള്ളിയുടെ അഭിനയങ്ങൾ. സ്വതേ നമ്മളോട് വർത്തമാനം പറയുമ്പോഴും അതെ, ഈ മുഖത്തെ മസിൽസൊക്കെ അങ്ങനെയൊക്കെ ഇല്ലേ, വർത്തമാനം പറയുമ്പോൾ ഒരു ഓവർ ആക്ഷൻ കാണിക്കുന്ന ആളാ. ഈ അദ്ദേഹത്തിന്റെ അവതരണത്തെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. മറ്റൊരു ചാനലിൽ അദ്ദേഹം ഇങ്ങനെ അനുഭവ കഥകൾ പറയുന്ന എപ്പിസോഡുകൾ നമ്മൾ കാണുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള പോലെ തന്നെ
എഴുതിയ കഥയോ കഥാസന്ദർഭങ്ങളോ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനേക്കാളും ജീവിച്ചു തീർത്ത കഥാസന്ദർഭങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലുണ്ടായ കഴിഞ്ഞുപോയ സന്ദർഭങ്ങൾ അദ്ദേഹം പറയുന്നത് വളരെ രസകരമായിട്ടാണ്. നമ്മൾ കേൾക്കുന്ന ആൾക്ക് അത് മുഴുവൻ അതിൻ്റെ ഒരു വിഷ്വലും ഒരു കാലഘട്ടവും. ഇപ്പം ഞാൻ നേരത്തെ സുരേഷ് ബാബു സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ നമുക്കിന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ അവിശ്വസനീയമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ വളരെ വിശ്വസനീയമായ ഒരു അവതരണം അതെ ഉണ്ടാവണം. ഒരു അവതരണം അതിനുണ്ടാകണം. ആ അവതരണത്തിലൊക്കെ വിദഗ്ധനായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് അല്ലേ? സാധാരണ ഇന്റർവ്യൂ പോലും കൊടുക്കാത്ത ആളാണ്. എനിക്ക് ആ ചാനലിലെ ആ ഇന്റർവ്യൂ കണ്ട് അത്ഭുതം തോന്നി. പക്ഷെ അത് റെക്കോർഡായിട്ട് ഇപ്പോഴും നമുക്കത് കാണുമ്പോൾ ഇപ്പോഴും ഫീലാണ്. ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തത് അദ്ദേഹമാണ്. ആ ചാനലിലെ ആ ഇന്റർവ്യൂ ഏറ്റവും നന്നായിട്ട് പ്രസന്റ് ചെയ്തത് അദ്ദേഹമാണ്. ഈ അവസാന നാളുകളിൽ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത് അദ്ദേഹത്തിനെ? ഞാൻ മിക്ക ദിവസം കാണും, അതിലെ പോണ വഴി കയറും, വിളിക്കും. ആ സമയത്ത് മോൻ ജോസഫിന് വിളികളൊക്കെ ഇല്ലേ? വിളിയുണ്ട്, സംസാരിക്കും. പക്ഷെ പുള്ളി അങ്ങനെ നിരാശനൊന്നും ആയിരുന്നില്ല. ആ, ഒരു കാര്യത്തിലും അങ്ങനെ പടമില്ലാണ്ട് ഒന്നും. ഈ സ്ക്രിപ്റ്റ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഉം. പുള്ളി പറഞ്ഞിട്ട് ആ, എന്നോട് പറയും നിങ്ങളുടെ കൈയക്ഷരം നല്ലതാണ്, ഞാൻ എഴുതിയാൽ ഒന്നും മനസ്സിലാവില്ല, ഒന്നും എഴുതി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു ദിവസം എഴുതിപ്പിച്ചു. കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബം നന്നായിട്ട് പോകുന്നു. വൈഫ്, 3 കുട്ടികൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്മനസ്, അദ്ദേഹത്തിൻ്റെ മോളുടെ കല്യാണത്തിന് സുരേഷ് ഗോപിയാണ് ഫുൾ മുമ്പിൽ നിന്ന് സുരേഷ് ഗോപിയാണ്. പിന്നെ മമ്മൂക്കായുടെ സപ്പോർട്ട്, മോഹൻലാലിൻ്റെ സപ്പോർട്ട്, ബാക്കി എല്ലാ ആൾക്കാരുടെയും ഭീകരമായ ഒരു സപ്പോർട്ട് ആ കല്യാണത്തിനുണ്ടായിരുന്നു.